2025 ജനുവരിയിൽ ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ മോന് വേണ്ടിയിട്ട്. മോൻ ദാണ്ടെ ജനുവരി 22 ആയപ്പോഴത്തേന് മോൻ വന്ന്. അതിനൊരു 2 മാസം മുന്നേ അനിയത്തിക്കൊരു മോളുണ്ടായി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 28 പെട്ടെന്നായി. അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ 4 പേരുടെ വേറെ സ്ഥലത്തോട്ട് വാടകയ്ക്ക് മാറി. ചേട്ടൻ ജോലി ചെയ്യുന്നിടത്തോട്ട് മാറി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനുള്ള ഓണം ഭയങ്കര സ്പെഷ്യലായിരുന്നു. എല്ലാവരും വിട്ട് നിന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേന് ഭയങ്കര ഹാപ്പിയായിരുന്നു. നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോൻ്റെ മൂത്താളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോയി. അവിടെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി എന്തുവായാലും എഴുത്തിനിരുത്തി. അത് കഴിഞ്ഞ് അനിയത്തിയുടെ മോൾക്ക് 1 വയസ്സായി. പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ മോന് ചോറൂണ് നടത്തി. അത് 6-7 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് നടത്തിയത്. ചോറൂണ് നടത്തി. പിന്നെ ഞങ്ങൾ കാറ് മേടിച്ച്. സെക്കൻഡ് ഹാൻഡാ കാറ് വാങ്ങിച്ച്. അതെല്ലാം കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴത്തേന് ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വയ്യ. കുഞ്ഞുങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ബാക്കി വീട്ടിലുള്ളവർക്കെല്ലാം പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർക്ക് വരും പോവും അങ്ങനെ നിന്ന് ഇളയാൾക്ക് പനി ചൂടൊക്കെ കൂടി ഡിസംബർ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു. ഫുള്ള് ഹോസ്പിറ്റലിൽ. കുഞ്ഞാവയ്ക്ക് തീരെ വയ്യായിരുന്നു. കയ്യിലാണ് സൂചി ഇട്ടേക്കുന്നതിൻ്റെ സൂചി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഫുള്ള് കെട്ടി വെച്ചേക്കുക. എല്ലാവരും ഇങ്ങനെ കണ്ടിട്ട് ചോദിക്കായിരുന്നു കൈക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഡിസംബർ ഫുള്ള് കുളമായി. ഫുള്ള് ഹോസ്പിറ്റലിൽ. ബർത്ത്ഡേ എടുക്കാറായതുകൊണ്ടൊക്കെ ആയിരിക്കും എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ വരുമെന്നൊക്കെ.